പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ 2-ാം തീയതി ജൂലൈ 2 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കുറേ പേര് പറഞ്ഞു കേട്ടോ, അതായത് ഞായറാഴ്ച തന്നെ ഞങ്ങൾ ഒരുങ്ങി ജൂലൈ മാസം നന്നൊരു ബലിയർപ്പിക്കാനൊക്കെ. ശരിക്കും നല്ല മഴയൊക്കെ ആയിരുന്നു 1-ാം തീയതി. ഇന്നലെ ശരിക്കും നല്ല മഴ, അതിനൊക്കെ അതിജീവിച്ച് ഞങ്ങൾക്ക് ബലിയർപ്പിക്കാനൊക്കെ പറ്റിയെന്ന് കുറച്ച് പേരൊക്കെ അച്ഛനോട് പറയുകയുണ്ടായി. ഹല്ലേലൂയ. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്താൽ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്താൽ പല പ്രതികൂലങ്ങളുണ്ടാകും. അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് അഭിഷേകം പ്രാപിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അടുത്തത് വരുന്ന വ്യാഴാഴ്ച 3-ാമത്തെ ആഴ്ചയാണ് നമ്മളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള. നമ്മൾ ഇന്നു മുതലൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം, സാധിക്കുന്നവരൊക്കെ കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം വരുന്ന വ്യാഴാഴ്ച വരാനായിട്ട് കേട്ടോ. നമ്മൾ ഈ വൺഡേ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം. അവിടെ ശക്തമായ ഒരു ഡെലിവറൻസിൻ്റെ, ശരിക്കും പറഞ്ഞാൽ ഈ ദേശവാസികൾ എന്നെ മുഴുവൻ പേര് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരോടൊക്കെ സ്നേഹത്തോടെ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാക്കി ആഴ്ചയിലൊക്കെ ഒരിക്കൽ അങ്ങനെയുള്ള സമയം. നമുക്കറിയാമല്ലോ, ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ നമുക്കൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റൊക്കെയാണ് മാക്സിമം വികാരിച്ചിനെ വചനപ്രഘോഷം നടത്താൻ പറ്റുക. അതിനേക്കാളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇരിപ്പൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള സെൻറ്ററുകളിലാണ് നമുക്ക് ഇച്ചിരി വചനമൊക്കെ ഇച്ചിരി സമയമെടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വൈദികർ നടത്തുന്ന, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സെൻറ്ററുകളുണ്ടെങ്കിൽ നിങ്ങളവിടെ പോകണം എന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പഴുവിൽ ദേശവാസികളെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ആലയത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1:7. നമ്മുടെ വചനം പറയാണ്, എന്തെന്നാൽ വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ശരിയാവില്ല, ഞാൻ തീരുമാനം എടുത്ത് എനിക്ക് പാലിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. പറയാണ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. എന്തിൻ്റെയൊക്കെയാണ്? ശക്തി, അതുപോലെ സ്നേഹം, ആത്മനിയന്ത്രണം. പ്രിയ സഹോദരങ്ങളെ, കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നോക്കി, ഇന്നൊരു പ്രത്യേക നിയോഗം പറയുകയാണ്. ഇന്ന് നമ്മളുടെ സെനക്കിൾ വൈദികരുടെ ഒരു കൂട്ടായ്മയാണ് സെനക്കിൾ. അപ്പോൾ അതിൽ ഞങ്ങളൊരു 4-5 അച്ഛന്മാരുണ്ട്. നമ്മുടെ സെൻറ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച്, പിന്നെ അവിടെ വെഞ്ചരിച്ച്, ഞാനെല്ലാ 2 ആഴ്ച കൂടുമ്പോഴാണ് ഞങ്ങളത് കൂടാറ്. അച്ഛന്മാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ രൂപതയിൽ പലയിടങ്ങളിലായിട്ട് കുഞ്ഞു വൈദികരുടെ കൂട്ടായ്മയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവജനം. കാരണം വൈദികരുടെ അഭിഷേകം പ്രാപിച്ചാൽ ഒരു ദേശം ഉണരും. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.